Hi, this is Cox, Secret Agent, Unni Vlogs and Shazam. അപ്പം നമ്മുടെ മലയാള സിനിമയുടെ റിവ്യൂ തമ്പ്രാക്കന്മാരാണല്ലോ ഇവരെല്ലാവരും. കാരണം ഇവരെ പോലെ വലിയ പ്രാസമൊന്നും ചേർത്തും അല്ലെങ്കിൽ സിനിമയെ കീറി മുറിച്ചിട്ടൊന്നും റിവ്യൂ ചെയ്യാനായിട്ടുള്ള ആ ഒരു ജ്ഞാനവും നമുക്ക് വലുതായിട്ടില്ല. എന്നാൽ എൻ്റെ രീതിയിൽ ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ സിനിമയുടെ റിവ്യൂസ് പറയാറുള്ളത്. എൻ്റെ ഒരുപക്ഷെ ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് കാണുന്ന ആൾക്കാർക്ക് കൂടുതലും മമ്മൂട്ടിയുടെ സിനിമകളെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ സിനിമകളെ കുറിച്ചിട്ടും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള 3 സിനിമകളും അത്യാവശ്യം പ്രേക്ഷക പ്രതികരണം നേടി മുന്നോട്ട് പോകുന്ന സിനിമകൾ തന്നെയാണ്. അതിൽ ആദ്യം തിയേറ്ററിൽ എത്തിയത് റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമയാണ്. ആഷിഖ് കപൂ ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആഷിഖ് കപൂ തന്നെയാണ് സിനിമയുടെ സിനിമോട്ടോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്. സിനിമയിൽ മെയിൻ ലീഡിംഗ് റോളിൽ എത്തുന്നത് നമ്മുടെ ദിലീഷ് പോത്തനാണ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വാണി വിശ്വനാഥ് സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. ആദ്യം തന്നെ പറയാം, റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമ അത് വേറെ ലെവലാണ് കേട്ടോ. 2 മണിക്കൂറുള്ള സിനിമ. 2 മണിക്കൂർ ആ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് വേറൊരു മൂഡ്, വേറൊരു വൈബ്, ഒരു രക്ഷയില്ല. ഇതിനകത്ത് ആ ഒരു എന്താ പറയുക, ഒരു വെടിവെക്കുന്ന ആ സീനൊക്കെ ഉണ്ട്. അതൊക്കെ വേറൊരു തലത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കിടിലം മേക്കിംഗ് ആണ് സിനിമയുടെ, ഒരു രക്ഷയില്ല. സിനിമ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് റൈഫിൾ ക്ലബ് എന്ന സിനിമയ്ക്കായിരിക്കും. കാരണം അത്രത്തോളം വൈബാണ് നമുക്ക് ആ ഒരു സിനിമ കാണാനായിട്ട്. ഗംഭീര മേക്കിങ്, അതോടൊപ്പം തന്നെ അതിന്റെ മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളവരായിക്കോട്ടെ, എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ കണ്ടിട്ട് നമ്മുടെ അശ്വന്ത് കോക്കിന്റെ ഒരു റിവ്യൂ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ റിവ്യൂസ് ഒന്ന് കേൾക്കണം. കാരണം ഈ റിവ്യൂ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇവൻ ഈ ആവണക്കണയിൽ കടവറങ്ങിയവന്റെ നയം കാണിക്കുന്ന ഒരു സ്വഭാവമാണ്. കാരണം നല്ല സിനിമകളെയൊക്കെ നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരു ഊളയും കൂടെയാണ് നമ്മുടെ ഈ അശ്വന്ത് കോക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് മമ്മൂട്ടിയോട് ഒരു പ്രത്യേക വിരോധം ഇവനിക്കുണ്ട്. ഇവനൊരു കറ തീർന്ന ഒരു മോഹൻലാൽ ഫാനാണ്, ഞാനൊരു മമ്മൂട്ടി ഫാനാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്റെ റിവ്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ട് കൊള്ളാത്ത സിനിമ ആണെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വേട്ടാവളിയൻ, നമ്മുടെ ഭീഷ്മപർവം സിനിമ, അതുപോലെ തന്നെ കാതൽ, റോഷാക്ക്, ഇങ്ങനെയുള്ള എല്ലാ സിനിമകൾക്കും ബോക്സ് ഓഫീസ് ഹിറ്റായിട്ടുള്ള സിനിമകൾക്കൊക്കെ നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ് ഇവൻ. എന്നാൽ നമുക്ക് എന്തായാലും ഈ അശ്വന്ത് കോക്ക് പറഞ്ഞ ഈ റിവ്യൂവിൽ നമ്മുടെ മമ്മൂക്കായെ കുറിച്ചിട്ടും അവിടെ തന്നെ ആഷിഖ് കപൂറിനെ കുറിച്ചിട്ട് ഇവർ മട്ടാഞ്ചേരി മാഫിയ, അങ്ങനെ ഗുണാന്നൊക്കെ ഉള്ള രീതിയിൽ ചില സംഭവങ്ങൾ ഇവൻ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ റിവ്യൂ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. റൈഫിൾ ക്ലബ്, ആഷിഖ് കപൂ, ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ്. ആഷിഖ് കപൂ ഡയറക്ടർ, DOPയും ആഷിഖ് കപൂ ആണ്. ഇവയുടെ കഥ നടക്കുന്നതും 1991 ആ സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പോപ്പ് കൾച്ചർ, അതിൻ്റെ ഒരു മൂഡാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ പടക്കേണ്ട സ്ഥലത്ത് പുള്ളി സുഷിൻ ശ്യാമ ചെയ്യുന്നത് പടച്ചിലുണ്ട്. വിനായക് ശശികുമാറും അതുപോലെ തന്നെ അൻവർ അലിയും ചേർക്കാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. ഗന്ധർവയാമം എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്. അതായത് നമ്മുടെ ടിത്തി പുഷ്പൊക്കെ പോലെ ആ സമയത്തുള്ള ആ ഒരു കാലഘട്ടത്തിലെ ഒരു ക്യാമറ പോലത്തെ പരിപാടി. റംസാൻ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ചാവു കടല എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഉണ്ട്. ആ സമയത്തുള്ള മേക്കിംഗ് ഒക്കെ പൊള്ളിയാണ്. സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് ഡാൻ ജോസ് ആണ്, നിക്സൺ ജോർജാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൗണ്ട് പരിപാടിയൊക്കെ പൊള്ളിയാണ്. പൊള്ളി പരിപാടിയാണ്. അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞാൽ കിടും. അതാ ഞാൻ പറഞ്ഞത്. ഏത് മൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു വെടി മൂഡ്. അതായത് വെടിവെപ്പ് തന്നെ, ഒരു PUBG ഒക്കെ കളിക്കും പോലെ വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ വെടിവെപ്പോ വെപ്പ്. ഇതിൽ വെടിവെപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതിയിരിക്കുന്ന ആൾക്കാരെ അറിയാലോ, ശ്യാമും ടീമൊക്കെയാണ്. പിന്നെ ആഷിഖ് കപൂ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കേരളത്തിലെ അപ്പോസ്റ്റലിനാണല്ലോ പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ഡയലോഗ്സ് ഒക്കെ ഒരേ പൊളിയാണ്. ബ്ലാക്ക് ഹ്യൂമർ പരിപാടിയും അതൊക്കെ കിടുവാണ്. പക്ഷെ ഇവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒഫീഷ്യൽ വക്താക്കളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഡബിൾ മീനിങ് പറയാൻ പറ്റില്ല. ഈ പടത്തിലെ പ്രധാന പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെപ്പാണ്. അപ്പോൾ അറിയാലോ, വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യഥാർത്ഥത്തിലെ മെയിൻ സാധനമാണ്. അപ്പം ഇത് പറയുകയും വേണം. പക്ഷെ ഇത് ഞങ്ങൾ അങ്ങനെ പറയുന്നതല്ലേ എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണം. അതായത് വെടിവെച്ചിട്ട് പിന്നെ ഠോ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കൂലേ, അതുപോലെ അത്രയും അരോചക പരിപാടി അത്. പക്ഷെ ഇവർക്ക് വേറെ വഴിയില്ല, എന്ത് ചെയ്യാൻ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ വക്താക്കളായി പോയല്ലേ. LJPക്ക് എന്താ പ്രശ്നമല്ല, LJP ചുരുളി എടുക്കാം. കാരണം LJP ഈസ് LJP. ഇത് ഇവർക്ക് അങ്ങനെ പറ്റൂലല്ലോ. അതുകൊണ്ട് ഈ ഇതില് ദിലീഷ് പോത്തനൊക്കെ ഉണ്ട്. പുള്ളി ഇതിൻ്റെ ആൾ തന്നെ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ. അപ്പോൾ ദിലീഷ് പോത്തനൊക്കെ ഓരോ ഡബിൾ മീനിങ് സാധനം പറയും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വെടിവെച്ചിട്ട് ഠോ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ ഡബിൾ മീനിങ്. അതെ, ഡബിൾ മീനിങ് ആണ് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഞങ്ങളുടെ കഥാപാത്രം ഇങ്ങനെ ആയതുകൊണ്ടും ഞങ്ങളുടെ സിനിമയുടെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ടും ഞങ്ങൾ പറയുന്നതാണേ, ഒന്നും കരുതല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഗതികെട്ട അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവര് നല്ല കിടുവാണ്. കുറേ പേര് അത്യാവശ്യം വെറുപ്പിച്ചിട്ടുണ്ട്. സുരഭി, ദർശന,
ഇവരൊക്കെ വെറുപ്പിക്കലാണ്. പിന്നെ ഒരു പ്രൊഡക്ഷൻ്റെ പടമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ നല്ലോണം വേണമല്ലോ. അതുകൊണ്ട് വെടിക്കാരികൾ ആയിട്ട് കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. പിന്നെ ഈ പറഞ്ഞ സുരഭി ഉണ്ട്, ദർശനയുണ്ട്, പിന്നെ സ്ഥിരം നമ്മുടെ ഉണ്ണിമായ ഉണ്ട്, അങ്ങനെ കുറേ പേര്. പൊന്നമ്മ ബാബുവൊക്കെ ഉണ്ട്. പൊന്നമ്മ ബാബുവൊക്കെ പറയുന്നുണ്ട് ഞാനല്ലെങ്കിൽ മികച്ച വെടിക്കാരിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടനെ വല്ലതും പറയുക. ഓക്കെ, അപ്പൊ നിങ്ങൾ റിവ്യൂ കേട്ടല്ലോ അല്ലെ. അപ്പൊ യെലോൺ എന്ന സിനിമ, മലൈക്കോട്ടെ വാലിബൻ, ഇതൊക്കെ പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഈ ഒരു ഊളയാണ് ഇപ്പം റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ പറഞ്ഞത്. പക്ഷേ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവന്റെ ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത്. ആദ്യം റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ പോയി തിയേറ്ററിൽ കാണണം. മസ്റ്റ് വാച്ച് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ളത് സിനിമ. ഗംഭീര മേക്കിംഗ്, ഒന്നും പറയാനില്ല സിനിമയെ കുറിച്ചിട്ട്. ഗംഭീരമായിട്ടാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ചോയ്സ് ഈ സിനിമ തന്നെയാണ്. സെക്കൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ED എന്ന സിനിമയാണ്. അതും ഒരു പ്രത്യേകതരം മേക്കിംഗ് ആണ്. ആ സിനിമയുടെ ഒരു പ്രത്യേക മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സൈക്കോപാത്ത് ഒരു രീതിയിലാണ് സുരാജ് വെഞ്ഞാറമ്മയുടെ സിനിമയ്ക്കകത്ത് വരുന്നത്. ഫാമിലിക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ക്രിസ്മസിന് ഇറങ്ങിയിട്ടുള്ള ഈ 2 സിനിമകളും ഗംഭീരമായിട്ടുള്ള 2 സിനിമകൾ തന്നെയാണ്. മൂന്നാം സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യൂത്തന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ. ഒരു പക്ക റിവഞ്ച്, എന്താ പറയുക, ഒരു കൊടൂരമായിട്ടുള്ള ഒരു മലയാള സിനിമയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊടൂര വയലൻസ് എന്ന് പറയാം. അത് സിനിമയുടെ ഒരു 45 മിനിറ്റ് ഒരു രക്ഷയില്ലാതെ വേറെ ലെവലാണ്. യൂത്തന്മാർക്ക് ആ സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അപ്പൊ ഈ ഇറങ്ങിയിട്ടുള്ള 3 സിനിമകളും ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഈ സിനിമയിലേക്ക് അനാവശ്യമായിട്ടുള്ള ചില സംഭവങ്ങൾ ഈ കോക്ക് വലിച്ചു കയറ്റിയത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ റിവ്യൂ പറയാം എന്ന് തന്നെ വിചാരിച്ചത്. എന്തായാലും സിനിമ 3 കണ്ടിട്ടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ റൈഫിൾ ക്ലബ്ബ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ ഒന്ന് പോയി തിയേറ്ററിൽ പോയി കാണുക. കാരണം ഇത്തരത്തിലുള്ള മലയാള സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. 2024 ഏതാണ്ട് 200 സംതിങ് സിനിമകളാണ് ടോട്ടലി റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ 25 സിനിമകളാണ് ബോക്സ് ഓഫീസിൽ ഹിറ്റ് നേടിയിട്ടുള്ളത്. അത് ഏതൊക്കെ സിനിമയാണെന്നും ഒക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിച്ച് ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം.